ഇപ്പൊ ഇവിടെ നടന്ന നാടക മത്സരത്തിന്റെ ഫലപ്രഖ്യാപനമാണ്. ഇതുവരെ കണ്ടതിൽ ഒരു നാടകം പോലും ഒരു നിലവാരം പുലർത്തിയില്ല, ഒന്നിനും കൊള്ളൂലായിരുന്നു. എന്താണ് ഈ പിള്ളേരൊക്കെ ഇങ്ങനെ കാണിക്കണേന്ന് എനിക്ക് മനസ്സിലാവണില്ല. എന്തായാലും ജില്ലയിലേക്ക് ഒരു നാടകത്തിനെ വിടണം എന്നുള്ളത് കൊണ്ട് അതെത്രയായിരുന്നു, 56 നമ്പർ നാടകം കളിച്ച പിള്ളേരെ ജില്ലയിലേക്ക് വിടാൻ വേണ്ടിയിട്ട് എ ഗ്രേഡ് കൊടുത്തേക്കാണ്. 56 നമ്പർ. ബാക്കി എല്ലാ ടീമിനും ബി ഗ്രേഡ് ആണ്. പിന്നെ മികച്ച നടനും നടിയൊന്നും ഇല്ല, ആരും മര്യാദക്ക് അഭിനയിച്ചിട്ടില്ല. ശരി, അതെ ചെറിയൊരു പരാതി ഉണ്ട്. എന്താ? അതെങ്ങനെയാ ഈ 56 നിങ്ങൾ ഫസ്റ്റ് കൊടുക്കുക? എന്താ നാടകത്തിന്റെ പ്രശ്നം? ഏതാണ് നിങ്ങളുടെ നാടകം? നാടകം അവസാനം കളിച്ച പിള്ളേര് എന്താണ് കാണിച്ചത്? പിന്നെ വെയിലും മഴയൊക്കെ നിന്ന് വർത്താനം പറയല്ലേ? ഇവിടെ വെയിലുണ്ടല്ലോ, ഇവിടെ വെയിൽ നിന്ന് വർത്താനം പറയണം. നിങ്ങൾ നാടകം കണ്ടിട്ടില്ലേ? ആ നാടകം കണ്ടിട്ടുണ്ട്. നല്ല കളർ ലൈറ്റ് ഒക്കെ വേണം നാടകത്തിന്. ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ നാടകം എന്ന് പറഞ്ഞാൽ നല്ല കളർഫുൾ ആയിരിക്കണം, നല്ല കളർ ഇങ്ങനെ കാണണം. നിങ്ങൾ നാടകം കണ്ടിട്ടുണ്ടോ? ആ പിന്നെ കണ്ടല്ലേ. ഇപ്പൊ കുട്ടികളുടെ നാടകം എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് അറിയാവോ? അറിയാലോ. എന്താണ് എനിക്ക് നാടകം അറിയാൻ പാടില്ല. നാടകത്തിന്റെ കമന്റ് നാടകത്തിന്റെ രംഗപടത്തിലേക്കാണ് എന്നെ പെട്ടിട്ടത്, അറിയാവാ? അറിയാനുണ്ട്. നിങ്ങൾ വേറെ ഒന്നും പറയണ്ട. നിങ്ങൾ ഒരു നാടകം കണ്ടിട്ടുണ്ടോ? ഒരു നാടകം അത് പറ. ഒന്നല്ല, ഇപ്പൊ എത്ര കണ്ടോ? എന്റെ മാഷ നാടകത്തിനൊക്കെ അത്യാവശ്യം ക്വാളിഫിക്കേഷനുള്ള ആളുകളെ ഇരുത്തണ്ടേ? ഈ ചെറിയ ആളുകളെയൊക്കെ നാടകത്തിൽ ഇരുത്തി കഴിഞ്ഞാൽ എങ്ങനെ മുന്നോട്ട് പോകും? എന്താണ് സത്യം മാഷെ പറയണം? മണ്ടോരി ടീച്ചറിനെ പോലത്തെ ഒരാളോട് അങ്ങനെയൊക്കെ സംസാരിക്കാൻ കൊള്ളാമോ? വലിയ കലാകാരിയല്ലേ? അങ്ങനെ പറയുന്നത് നമ്മുടെ ഈ പഞ്ചായത്തിൽ തന്നെ ഏറ്റവും നല്ല നാടക നടിയാണ് മണ്ടോദരി മാഡം. നാടക കുടുംബത്തിൽ ജനിച്ച ആളാണ്. ഇത് അറിയാതെ നിങ്ങൾ സംസാരിക്കും. കുടുംബത്തിൽ ജനിച്ച മഹിമൻ നിങ്ങൾ പറയണ്ട. ഒരു അഭിനയിച്ച നാടകത്തിന്റെ പേര് പറയും, അത് കേൾക്കട്ടെ. ഒരുപാട് നാടകം ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും നാടകത്തിന്റെ പേര് പറയാം. ഒരുപാട് നാടകം ചെയ്തിട്ടില്ല. ശരി, കൊല്ലം കുറച്ചായി നല്ല നാടകമായിരുന്നു. മാഷ് വലിയ നാടകക്കാരനൊക്കെയാണ്, നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ ജഡ്ജസിനെ നിങ്ങൾ ചോദ്യം ചെയ്യാൻ നിൽക്കരുത്. എ ഗ്രേഡ് കിട്ടിയ 95 എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഒരു മനുഷ്യൻ കൈയടിച്ചില്ല. 56 എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ കൈയടിച്ചു. മാനസിക നില തെറ്റിയ ആളുകളെ ഈ പരിപാടിക്ക് കൈയടിക്കലല്ല മാനദണ്ഡം. അവാർഡ് സിനിമക്ക് ആളുകൾ കേറാറുണ്ടോ? അപ്പൊ അത് മനസ്സിലാക്കാനുള്ള കഴിവുള്ളതുകൊണ്ടാണ്. ഞാൻ ഈ നാടകമൊക്കെ കണ്ടതാ. മേഡം പറഞ്ഞ പോലെ തന്നെയാണ്, ഒന്നും നിലവാരം. നിങ്ങൾ നിങ്ങളുടെ പറയുള്ളൂ. എന്താണ് നിങ്ങൾക്ക് ഇതിനെ സംരക്ഷിക്കണമല്ലോ. പിന്നെ ഞങ്ങൾക്ക് എല്ലാ നാടകത്തിനും പ്രൈസ് കൊടുക്കാൻ പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, നിങ്ങൾ ഈ ഡാൻസ് കളിക്കുന്ന സ്റ്റേജ് ഇവിടുത്തെ ഏറ്റവും വലിയ 1-ാം നമ്പർ സ്റ്റേജിലാണ് ഡാൻസ് കളിക്കുന്നത്. ഒരു കുട്ടി നിന്ന് ഡാൻസ് കളിക്കാൻ ഇത്രയും വലിയ ആർഭാടത്തിന്റെ ഒരു കാര്യമില്ല. ഈ 8-10 കുട്ടികൾ നിന്ന് നാടകം കളിക്കുന്നല്ലേ ഇവിടെ. ആ സ്റ്റേജല്ലേ ഇത്? ഒരു തൊഴുത്തു പോലുള്ള സ്റ്റേജല്ലേ? അതിന് ഓഡിയൻസ് കൂടുതലുള്ളതുകൊണ്ടാണ് 1-ാം തീയതി അതിനെ അനുവദിച്ചത്. എത്ര ആർക്ക് വേണം ഈ നാടകം? മാഷ് എന്തായി പറയണത്? നാടകത്തിന് ഈ സ്റ്റേജ് മതി. അതുപോലെയാണോ ഡാൻസിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50,000 1 ലക്ഷം റുപ്യൊക്കെ ചെലവാക്കിയിട്ടാണ് കുട്ടി ഡാൻസ് പഠിക്കുന്നത്. അത് കാണാൻ എന്തോ ആൾക്കാർക്ക് അറിയോ? എന്റെ മാഷെ, നാടകത്തിന് വരുന്ന ചെലവിനെ പറ്റി നിങ്ങൾക്ക് വല്ലതും അറിയാം? ചെലവുണ്ടായിട്ട് എന്താ കാര്യം? നാടകം കാണാൻ ആള് വേണ്ടേ? ഞാനൊരു കാര്യം പറയാം, നാടകത്തെക്കാൾ നല്ല കലയാണ് ഡാൻസ്. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ടീച്ചർ നിങ്ങൾക്ക് ഡാൻസിനെ പറ്റി എന്താ അറിയാം? എന്താണ്? എന്തുകൊണ്ടാ അറിയാം? അയ്യേ, ഇമ്മ എല്ലാ ഡാൻസിനും ഇമ്മ ഞാൻ ജഡ്ജായിട്ട് നിൽക്കണേ. ഡാൻസിനെ പറ്റി ഒരു ABCD അറിയില്ല, ഒരു നിലവാരം ഇല്ല. എന്റെ മാഷെ, എവിടുന്നെങ്കിലും 4-3-7 ആൾക്കാരെ വിളിച്ചുകൊണ്ട് വന്നിട്ട് എല്ലാ ഐറ്റത്തിനും ഈ ആളുകളെ തന്നെ ഇരുന്ന ഈ പരിപാടി ഉണ്ടല്ലോ, അത് നിങ്ങൾ അവസാനിപ്പിച്ചു. പൈസ ലാഭിക്കുന്ന കാര്യം എല്ലാ കലയിലും പ്രാവീണ്യം നേടിയവരാണ്. അരമണ്ഡലത്തിൽ എനിക്കറിയാം. കുട്ടിക്ക് സമ്മാനം പോലും കിട്ടിയില്ല. തന്റെ കുട്ടിക്ക് സമ്മാനം കിട്ടാത്തതിനാണ് ഈ പരാതിയായിട്ട് വന്നത്.
അങ്ങനെ എല്ലാവർക്കും സമ്മാനം കൊടുക്കാൻ പറ്റുമോ? എത്ര കാലത്തെ റിഹേഴ്സലാ നിങ്ങൾക്ക് അറിയാം? അല്ലെ ഭയപ്പെടും, ഒന്ന് ഭയപ്പെടും. ടീച്ചർ അതൊക്കെ പറഞ്ഞോളൂ. അതൊക്കെ സമ്മാനം കിട്ടാത്തതിന്റെ മിമിക്രിക്ക് ഇയാൾ തന്നെയായിരുന്നു. അതെ മിമിക്രിക്ക് ഇയാളിരുന്ന എന്താ കുഴപ്പം? അത് കുഴപ്പമുണ്ട്. എന്ത് കുഴപ്പം? ചെണ്ടയ്ക്കും പുള്ളിയായിരുന്നു, മിമിക്രിക്ക് ഇയാളായിരുന്നു. എല്ലാം തികഞ്ഞ സമ്പൂർണ്ണ കലാകാരനാണ് അയാള്. ഇയാളുടെ വീട് എവിടെയെന്നറിയോ നിനക്ക്? ഇത് ആരാന്നറിയാമോ നിനക്ക്? ആരാന്നറിയാമോ? ഇത് കലാഭവൻ രാഘവൻ. കലാഭവനിലേക്ക് പോണതിന്റെ റോഡിന്റെ സൈഡിലാണ് അയാളുടെ വീട്. മാഷെ, നന്നായി ചെയ്ത മക്കൾക്ക് ഒരു ഗ്രേഡ് എങ്കിലും കൊടുത്തുകൂടെ? നന്നായി കൊടുക്കുമല്ലോ. മിമിക്രിയിൽ എന്തെങ്കിലും ഐറ്റം കാണിക്കാറ് നിങ്ങൾക്ക്? മിമിക്രിയിലായിട്ടോ? നീ അവിടെ നിൽക്ക്. രാഘവട്ടേക്ക് വന്നേ. എന്ത് പറയുന്നേ? മിമിക്രിയിൽ എന്തെങ്കിലും കാണിക്കാൻ അറിയാമോ? മിമിക്രിയിലെ എന്തെങ്കിലും കാണിക്കാൻ അറിയാമോ? അല്ലെങ്കിൽ ഇവിടെ കിടന്ന് തല്ലി കൊള്ളു എല്ലാവരും. മിമിക്രിയിലെ എന്ത് പട്ടിയുടെ പൂച്ചയുടെ ഒക്കെ സ്വരം എന്തെങ്കിലും എടുക്കാൻ അറിയാമോ? പൂച്ച അന്ന് വാ കാണിക്കേ. കാണിക്കേ. ഇത് കാട്ടുപൂച്ച. അല്ല ആള് പ്രഗത്ഭനാണെന്ന് അറിയണ്ടേ? നിങ്ങൾ എന്ത് ഉദ്ദേശിച്ചിട്ട് ഇറങ്ങിയേക്കുന്നത്? നമ്മൾ ഈ പരിപാടി നടത്തേണ്ട സംഘാടകരല്ലേ? നിങ്ങൾ നൽകിയ ട്രോഫിയുടെ ചുമതലയുള്ള ഒരാളല്ലേ? നിങ്ങൾ ഇത് കൊളാക്കാൻ വേണ്ടി നിൽക്കുക. സുഗതമാഷെ കൊളാക്കല്ല, നമ്മള് ഇവിടെ ഈ മാഷിന്റെ വേദനകൾ മനസ്സിലാക്കണം. അതേമാതിരി ഒരുപാട് പേർക്ക് വേദന ഉണ്ടാവുന്നത്. എല്ലാവർക്കും നമുക്ക് പ്രൈസ് നമുക്ക് ഒരു കാര്യം ഞാൻ പറയാം. കയ്യാൻ കളിക്കാൻ ഭാവമുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷൻ ഇറങ്ങേണ്ടി വരും. എന്ത് കയ്യാൻ? ഇനി അതല്ല വല്ല പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്ത അപ്പീല് കൊടുക്കും. കിട്ടിയ അർഹതപ്പെട്ട പിള്ളേരെ അവഹേളിക്കാൻ വിവരമുള്ള സംസാരിക്കേണ്ട, വിവരമില്ലാത്ത സംസാരിച്ചിട്ട് കാര്യമില്ല. സമ്മാനം കിട്ടിയില്ലെങ്കിൽ ചെങ്ങായോളം നിങ്ങളത് ഓഫ് ചെയ്ത് വെക്ക. ഇത് എന്തിനെ തന്നെ കണ്ടോണ്ടിരിക്കണേ? അത് ഡിലേറ്റ് ചെയ്ത് കളയേ. ഞാൻ ഡിലീറ്റ് ആക്കിയിരുന്നാ കോയ സാറേ? ഇതിപ്പോ ലോകം മൊത്തം കണ്ടില്ലേ? അല്ല ശരിക്കും കോയ സാറ് സെല്യൂട്ട് അടിച്ചായിരുന്നു? എന്താ പറഞ്ഞു എന്റെ സുസാറങ്ങള്? നമ്മള് രണ്ടാളും ഒരുമിച്ച് വെക്കുമ്പോഴല്ലേ സാറ് വന്നായി. അപ്പൊ സെലോട്ട് അടിച്ച് കണ്ടില്ലേ? പക്ഷെ ഇങ്ങനെ ചൂടാകാൻ മാത്രം അതല്ലേ എനിക്കും മനസ്സിലാവാത്തത്. എന്ത് തെറ്റ് ഞാൻ ചെയ്ത്? അല്ല മുൻവൈരാഗ്യം എന്തെങ്കിലും ഉണ്ടായ? എന്ത് മുൻവൈരാഗ്യം? എന്നെ അറിയന്നില്ല മൂപ്പർക്ക്. പിന്നെ എങ്ങനെയാണ് മുൻവൈരാഗ്യം ഉണ്ടാവണേ? ഇപ്പൊ എവിടെ ചെന്ന് ഞാനൊരു 50 ലഡു പറഞ്ഞിട്ടുണ്ട് സ്റ്റേഷനിലും ചുറ്റുപാടും ഉള്ളവർക്ക് കൊടുക്കാനായിട്ട്. ഫേമസ് ആയില്ലേ ഇപ്പൊ? ലോകം മൊത്തം അറിയാലോ ഈ സ്റ്റേഷനിൽ ഇങ്ങനെ ഒരു പോലീസുകാരുണ്ടെന്ന്. നാണുണ്ടോ തനിക്ക്? എത്ര നാളായി പോലീസിൽ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്? എനിക്ക് സല്യൂട്ട് അടിക്കാൻ അറിയില്ലടോ. ഞാൻ സിലോട്ട് അടിച്ചാണ് സാറേ. എന്തേ? ഞാൻ സിലോട്ട് അടിച്ചാണ്. സല്യൂട്ട് സല്യൂട്ട് അല്ല, സല്യൂട്ട് എന്ന് പറയടോ. സല്യൂട്ട്. എന്തായാലും ഈ സ്റ്റേഷനിൽ കുറെ പോലീസുകാരുള്ളതുകൊണ്ട് മേലുദ്യോഗസ്ഥരെ വായിന്ന് എനിക്ക് ഒന്നും കേൾപ്പിച്ചു തരണുണ്ട്. സന്തോഷമുണ്ട്. ഞാൻ എന്താ MP കളിയാക്കിയത് സല്യൂട്ട് അടിച്ച്? ഞാൻ കളിയാക്കിയിട്ടൊന്നുമില്ല സാറേ, മൂപ്പർക്ക് തോന്നിയാണ്. തോന്നിയതോ? തോന്നിയ ദിവസം കാണിച്ചിട്ട് പിന്നെ MP അങ്ങോട്ട് തിരിഞ്ഞപ്പോ എന്താ സല്യൂട്ട് അടിച്ചേ? സാറേ ഇപ്പൊ പെട്ടെന്ന് ഞാൻ അറിയാണ്ട് ഭയം കൊണ്ട് ചെയ്തു പോയതാണ്. ADGPക്ക് പരാതി പോയിട്ടുണ്ട്. ഇനിയിപ്പോ കുറച്ച് ദിവസം MP വീട്ടിൽ കയറി ഇറങ്ങി തനിക്ക് സല്യൂട്ട് അടിക്കാം കേട്ടാ. അപ്പൊ പഠിക്കൂ. ആ സുഗതൻ എവിടെ? ഇവിടെ ഉണ്ടായിരുന്നു സാറേ. പിന്നെന്താ മാഞ്ഞു പോയോ? ഈ ഫോൺ വന്നപ്പോ പുറത്തേക്ക് പോയാ. ഓ, അയാൾ പറ്റ ഇന്റർനാഷണൽ ബിസിനസ് അല്ലേ? ഇവിടുന്ന് ഫോൺ വരുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാൻ. സാറേ സാറ് നേരത്തെ പറഞ്ഞ MP വീട്ടിൽ ചെന്നിട്ട് സിലൂട്ട് അടിക്കണമെന്ന് തമാശ പറഞ്ഞാണ്. തമാശ? കയറി ഇറങ്ങി അടിക്കുമ്പോൾ താൻ പഠിക്കും തമാശയാണോ അല്ലയോ എന്നുള്ളത്. ഗതികേട് കൊണ്ടാണ് ഞങ്ങൾ പണിക്കൊക്കെ ഇറങ്ങുന്നത്. ഞാൻ പണിക്ക് പോയില്ലെങ്കിൽ കുടുംബം കഴിയില്ല, അതുകൊണ്ടാണ്. എന്ത് ഗതികേടിനതിൽ വന്നു പറ്റുന്നാല് ടെൻഷൻ ഉണ്ടാകും സാറ്, വെറുതെ പറഞ്ഞായിരിക്കും. വരൂ.
ഇനി 1-2 പേരുണ്ടല്ലോ, അവര് ഡ്യൂട്ടിയിലാണോ? കുഴപ്പമില്ല. ഓക്കെ. അപ്പൊ ഉള്ളവരെല്ലാവരും കേൾക്കാനായിട്ടൊരു സന്തോഷമുള്ള കാര്യം പറയാനായിട്ടാണ് എല്ലാവരും കൂടി വിളിച്ചത്. അപ്പൊ ഇല്ലാത്തവരടുത്ത് നിങ്ങൾ വിവരം ഷെയർ ചെയ്യാം കേട്ടോ. അപ്പൊ എന്താ വെച്ചാല് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് ഒരു വലിയ കാര്യം മനസ്സിലാക്കാൻ കഴിഞ്ഞത്, നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർക്കെല്ലാം ഭയങ്കര സ്ട്രെസ്സാണ്, മാനസിക സമ്മർദ്ദം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു നൂതന പദ്ധതി പ്ലാൻ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെയൊക്കെ സ്ട്രെസ് മാറ്റാനായിട്ട്. എന്താണെന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഞാൻ പറയാം സാർ. നമ്മളെല്ലാരും കൂടി മാസത്തിലെ ഒരു പ്രാവശ്യം ടൂർ പോകും അല്ലേ സാർ? അല്ല, ടൂറ് പോയാൽ നമ്മളിപ്പോൾ ഒരു ദിവസം ഒരു ടൂറ് പോയി കഴിഞ്ഞാൽ വീണ്ടും അടുത്ത ദിവസം നമുക്ക് ആ സമ്മർദ്ദം കൂടും. ഇത് നമ്മളെ ഈ മാനസിക സമ്മർദ്ദം ഇല്ലാതാക്കാനായിട്ടുള്ള രീതിയിലുള്ള ഒരു പരിപാടിയാണ്. 2 ദിവസം വീട്ടിലൊക്കെ പോകാൻ വേണമെങ്കിൽ വീട്ടിലൊക്കെ പോകാനുള്ള അങ്ങനെ നമ്മളെ ഈ ഡിപ്പാർട്ട്മെന്റിൽ പറ്റുമോ? നമുക്ക് നമ്മുടെ കുടുംബത്തിലൊരു കല്യാണോ അല്ല അതിനൊന്നും വന്നാൽ നമുക്ക് പങ്കെടുക്കാൻ പറ്റാറില്ലല്ലോ. ശരി, ഇനി ഞാൻ ഒരുപാട് ചുറ്റിക്കണില്ല, ഞാൻ കാര്യത്തിലേക്ക് കിടക്കാം. അപ്പം നമ്മുടെയൊക്കെ മാനസിക സമ്മർദ്ദം അവസാനിപ്പിക്കാനായിട്ട് നാളെ മുതൽ ഒരു ക്ലാസ് ആരംഭിക്കാൻ പോവുകയാണ്. എന്ത് ക്ലാസ്സാണ് സാർ? യോഗ ക്ലാസ്. നല്ല മിടുക്കനായിട്ടുള്ള ഒരു ട്രെയിനർ നാളെ രാവിലെ മുതൽ ഇവിടെ വരും. നിങ്ങളെ എല്ലാവരെയും യോഗ പരിശീലിപ്പിക്കും. അത് കഴിഞ്ഞാൽ നിങ്ങളെല്ലാം നല്ല മിടുക്കന്മാരായിട്ട് ഇവിടെ ജോലിക്ക് വരുമെന്ന് ഉറപ്പാണ്. യോഗ ഉള്ള ദിവസം നമുക്ക് ജോലി വേണ്ട? ഇല്ല, യോഗ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളൊക്കെ നല്ല ആക്റ്റീവ് ആവുമല്ലോ, പിന്നെ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ജോലിക്ക് വന്നോളും. അപ്പം നാളെ രാവിലെ 6 മണി മുതൽ നമ്മുടെ യോഗ ക്ലാസ് ആരംഭിക്കും. എല്ലാവരും കൃത്യസമയത്ത് തന്നെ എത്തിക്കോളും. നീ എന്താണ്ടാ ചിന്തിച്ചോണ്ടിരിക്കണു? വല്ല പണിക്കും പോടച്ചക്കാ. എന്ത് പണിയെടുക്കാനാണ് ശീതളേട്ടാ? എന്ത് പണിയാ ഞാൻ ചെയ്യാത്തത്? എന്ത് പണിയാ ചെയ്തേക്കണ്? എന്ത് പണിയാ ഞാൻ ചെയ്യാത്തത്? സൈറ്റിൽ പോയിട്ടില്ലേ? കച്ചവടം നടത്തിയിട്ടില്ലേ? മീൻ വിറ്റിട്ടില്ലേ? വെറുക്കാണ്. എന്തെങ്കിലും ഒന്ന് സ്വരുക്കൂട്ടി അങ്ങോട്ട് കൊണ്ടുവരും, ഒരാവശ്യം വന്നാൽ അങ്ങോട്ട് പോകും. ബാധ്യത മാറണില്ല. അല്ല, ഞാൻ ചോദിക്കട്ടെ, നീ എന്ത് സ്വരുക്കൂട്ടി കൊണ്ടുവന്ന്? ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഈ സ്റ്റോണിന്റെ മോള് വന്ന് കുത്തിയിരിക്കാന്നല്ലാണ്ട് എന്തെങ്കിലും ചെയ്യണത്. എല്ലാവരും ഇത് തന്നെ പറയും, ഈ നാട് വളരാത്തതാണ്, എന്ത് ചെയ്തിട്ടും കാര്യമില്ല, നമ്മുടെ ഈ നാട് ഉപേക്ഷിക്കണം എന്നാലേ രക്ഷപ്പെടുകയുള്ളൂ. ഇപ്പൊ ആ മഹാദേവൻ തന്നെ, അവൻ UK പോയി, അവൻ രക്ഷപ്പെട്ടില്ലേ? ഇതിപ്പോ നീ അവിടെ പോയിട്ട് അവിടെ സ്റ്റോണിന്റെ മോളിൽ കുത്തിയിരിക്കാന്ന് വെച്ചാൽ പിന്നെ എന്താ ഗതി ഉണ്ടാവുക? പോണവരൊക്കെ വേറെ പണി എടുക്കുന്നുണ്ട് അവിടെ, അതാണ് ഞാൻ പറയണത്. അല്ലാണ്ട് വേറെ ഒന്നല്ല, എന്തെങ്കിലുമൊക്കെ തൊഴിൽ ചെയ്ത് ശീലം വരണ്ടേ? ഇത് തന്നെയാണ് പറയണത്. ഈ നാട്ടിൽ നിന്നിട്ട് ഒരു കാര്യം ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഞാനും പോവാൻ തീരുമാനിച്ചു ചേട്ട. നീ ചുരുങ്ങിയത് പോവാൻ തീരുമാനിച്ച 2 ഉപകാരം ഉണ്ടാവും. ഈ കവലേന്ന് പോയാൽ ഈ കവല നന്നാവും. ഇനി അതല്ല, നീ നാട് വിട്ടു പോവാച്ചാൽ നിന്റെ വീടും നന്നാവും. അതെങ്കിലും ചെയ്യും നീ. അല്ല, പറയാണ്ടിരിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. ഓരോരുത്തന്മാരുടെ മോറ് കണ്ടാത്തതുകൊണ്ട് അവൻ പണിയെടുക്കണ കാശ് മുഴുവൻ എന്റെ ലോൺ അടക്കണേണ്. നേരം വെളുക്കുമ്പോ തന്നെ ഈ ജാതി ദുഷ്ട മോറ കാണുന്നത് പോലെ ദൂഷിച്ച മുഖമാണ് എല്ലാത്തിന്റെ. ഒരു വർക്കത്തായിട്ട് ചിരിക്കണ ആരെങ്കിലും പറയാമോ? അതന്നെയാണ് നിന്നെ കാണുമ്പോ മറ്റുള്ളവരും പറയണതേ. ചേട്ടാ, എന്റെ ലച്ചു വന്നുണ്ടല്ലോ. എന്റെ ലച്ചു? അതെന്താണ്? എന്റെ ലച്ചു അറിഞ്ഞൂടാ? ഇല്ല. അതെ, വരുമ്പോ കേട്ടോ. എല്ലാം മേടിച്ചിട്ടുണ്ട്. ഓ ശരി ശരി ശരി, ഞാനിപ്പോ എത്തും. ശീതളിന്റെ കടയിനടുത്ത് എത്തി, ഇപ്പൊ വരും. എന്താണ് വ്യാരി? കാലത്തെ രണ്ടാളും കൂടി എന്തോ ഭയങ്കര ഗൗരവമായിട്ട് ചർച്ച ചെയ്യണ്, ഓരോന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇല്ല മന്മത, ഈ കാലത്തെ ഭർത്താവിന് മാത്രം ജോലി ഉണ്ടായിട്ട് കാര്യമില്ല, കുടുംബത്തെ കാര്യങ്ങൾ മുന്നോട്ട് പോകണ്ടേ? അതെ അതെ, ഭാര്യക്കും ഭർത്താവിനും ജോലി ഉണ്ടായിട്ടും 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടേ എന്ന് പറയായിരുന്നു. അതാണ് ഇവൻ ഒരു പണിക്കും പാണ്ട് ഇവിടെ കുത്തിയിരിക്കണതേ, ഒരാൾ പോയിട്ട് കാര്യമില്ല. അല്ല ശീതള, അത് അങ്ങനെ തമാശയായിട്ട് എടുക്കല്. പ്യാരി പറഞ്ഞ കറക്റ്റാണ്. ഇത് തന്നെയാണ് എന്റെ ലക്ഷ്യവും പറയണേ. എന്താ എന്റെ ലച്ചു? എന്റെ ലക്ഷ്മി, എന്റെ വൈഫ്, എന്റെ ഭാര്യ ലച്ചു. അതാണ് അല്ലേ? അവൾക്ക് ഭയങ്കര ദീർഘവീക്ഷണമാണ്. അതുകൊണ്ട് തന്നെ അവളിപ്പോ എന്താണെന്ന് അറിയാമോ? PSC ടെസ്റ്റ് ചെയ്യാനായിട്ട് പഠിച്ചോണ്ടിരിക്കുകയാണ്. അവള് പറഞ്ഞു, എനിക്ക് മന്മഥേട്ടന്റെ ജോലി മാത്രം പോരാ, എനിക്കും വേണം, ജോലി വേണമെന്ന്. അല്ല മന്മഥ, നിനക്ക് PSC ടെസ്റ്റ് ചെയ്തിട്ട് എന്താ KSCB ഇങ്ങനെ കിട്ടിന്നൊക്കെ പറഞ്ഞു? ശരി, അത് ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഇന്ന് വിളിക്കുന്ന ആളെ വിളിക്കും പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കിയിരിക്കണം. അതിന് വേണ്ടിട്ട് എന്റെ ലച്ചു എന്തോരം നേർച്ച നിൽക്കണെന്ന് അറിയാമോ? സത്യം. അതെ. എന്താണ് കിറ്റില്? ഇതേ
കുറച്ച് മട്ടൻ. എന്റെ ലച്ചുവിന് മട്ടൻ എന്ന് പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമ്മുടെ അബുക്കാന്റെ മോയില്ലേ ബഷീർ, അവൻ ഇന്ന് മട്ടൻ വെട്ടി അവന്റെ കുറച്ച് മേടിച്ചേ. ബഷീറിന്റെ മട്ടനാണ് എന്റെ ലച്ചുവിന് ഇഷ്ടം. അത് സബീറിന്റെ മട്ടൻ ഇന്നാള് മേടിച്ച്, പക്ഷെ അതൊക്കെ കൂടി വയറ്റിന് പിടിച്ചില്ല. അപ്പൊ പിന്നെ ഇത് കുഴപ്പമില്ല, അങ്ങനെ ഇതിനെ മേടിച്ചു. പിന്നെ വർത്താനം പറയാനുള്ള സമയമില്ല, എനിക്ക് കുറച്ച് തിരക്കണ്ട. എനിക്ക് നല്ല മധുരമുള്ളൊക്കെ ഒരു ജാം എടുക്ക് ശീതള. മധുരമില്ലാത്ത ജാം ഏതാണ്? അല്ല ചില ജാമിന് മധുരം. പിന്നെ ആ ബിസ്ക്കറ്റ് ഒരെണ്ണത്തെ ബിസ്ക്കറ്റ്. അതെ, നീലപ്പടമുള്ള അത് തന്നെ. വേറെന്താണ്? വേറെ ഒരു പപ്പടം വേണം. പപ്പടം കഴിഞ്ഞിരിക്കുകയാണ്, വരുമ്പോ തരാം. പപ്പടം ഇല്ലാണ്ട് ചോറ് കഴിക്കാൻ പറ്റില്ലാന്നേ. പപ്പടം ഇല്ല. പിന്നെന്താ വെച്ച് കഴിഞ്ഞാല് വേറെ ആ സോപ്പ്, ഒരു അലക്ക് സോപ്പ്. അതെ, അല്ല വേണ്ട, അലക്ക് സോപ്പ് എടുക്കണ്ട. വേണ്ട. അലക്ക് സോപ്പ് ഇട്ട് ഇന്നാൾ അലക്കിയിട്ട് എന്റെ ലച്ചുവിന്റെ കൈ പൊള്ളി. അപ്പൊ ഒരു കുളി സോപ്പ് എടുത്തോ, കുളി സോപ്പ് ഇട്ട് അലക്കിക്കോട്ടെ. എന്റെ ലച്ചു ചന്ദ്രിക മതിയാ. ലച്ചു ലച്ചു എന്റെ ലച്ചു എന്റെ ലച്ചു. പുളിമുട്ടായി ഉണ്ടാ? പുളിമുട്ടായി പുളിമുട്ടായി ഇല്ല ലച്ചുട്ടിയായി. പുളിമുട്ടായി ഇല്ല, തേമിട്ടായി ഉണ്ട്. തേമിട്ടായി വേണോ? എന്നാ പിന്നെ അതെടുക്കണ്ട, വേണ്ട. ശരി ശരി, ഞാൻ വേറെ അടുത്ത കടയിൽ നോക്കാം. ശരി. എന്റെ ലച്ചുവിന് പുളിമുട്ടായി ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇത് എന്തായി? ശരി, ഇതപ്പൊ അത് 135 15 രൂപ തരാനുണ്ട്. 150 ഉണ്ടെങ്കിൽ തന്നാ മതി. എല്ലാം ലച്ചുവിനാണോ? മന്മഥനൊന്നുമില്ലേ? എനിക്കുണ്ട്. എന്റെ ലച്ചു എപ്പോഴും പറയണ കാര്യമാണ്, ഒരു മനുഷ്യന്റെ അടുത്ത് കടം വെക്കരുത്, കറക്റ്റ് കൊടുക്കാനുള്ള. എന്റെ ലച്ചുട്ടി പിന്നെ വിളിക്കുന്നത് എന്തിനാണോ വേറെന്താ ലച്ചുട്ടിയെ? അപ്പൊ ഇതാണ് കല്യാണം കഴിഞ്ഞ കാലം തൊട്ട് ഇവന് ഇത് തന്നെയാണ് കൃഷി. വാ തുറന്ന എന്റെ ലച്ചു എന്ന് പറയും. ഒരു 25 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്റെ ലച്ചു. എന്റെ ഒരു അഭിപ്രായത്തിലേ ഇവന് കൊടുത്താണ് ഈ മുണ്ടും ഷർട്ട് ഊരി അവളെ ഉടുപ്പിച്ചിട്ട് അവളുടെ ചുരിദാർ ഇവനെ ഇടിക്കണം. ഇതും പറഞ്ഞ് ഞാനും എന്റെ ദമയന്തി കൂടി എപ്പോഴും വീട്ടിൽ ചിരിയാണ്. എന്റെ ദമയന്തി ഇപ്പൊ നീ വരണ കാണുമ്പോ എന്റെ ദമയന്തി വരണ്ടെന്ന് ഞാൻ പറയേണ്ട വരുമോ? നീയും അവന്റെ മാതിരി ചുരിദാറൊക്കെ മേടിച്ച് കയ്യിൽ പിടിച്ചതാ ചക്ക. ധാരാണ്. എന്റെ സുമ വിളിക്കണ്ടല്ലോ, കണ്ണില് മരുന്ന് വയ്ക്കാനാവൂ. പോട്ടെ. സുധിച്ചേട്ടൻ ഇതവിടെ പോയി? ഞാനൊന്നും പറയണ്ടേ മക്കളെ, നമ്മളെ അമ്പലത്തിന്റെ നോട്ടീസ് തരും വന്നിന് ഇവിടെ ആരെങ്കിലും? പിന്നെ വന്നില്ല, ഇന്നലെയല്ലേ കൊണ്ട് തന്നത്. ആരില്ല വന്ന്? രമ ചേച്ചി ഉണ്ടായിരുന്നു, പിന്നെ അപ്പുറത്ത് സുഷമ ചേച്ചി ഉണ്ടായിരുന്നു, അവരെല്ലാം കൂടെ വന്നു. എന്തു പറ്റി? അല്ല ഞാനൊന്നുമില്ല, ഞാൻ എന്റെ ഒരു വിഷമം പറയാന്ന് വിചാരിച്ചു. എന്തു പറ്റി സുധിയേട്ടാ ഇത്ര വിഷമം വരാൻ? അറിയോ, ഇതിന്റെ കമ്മിറ്റി വിളിച്ചേർത്ത് ഞാനും പോയിന്. എല്ലാരും പോയിനെ. അപ്പുറത്തെ പിന്നെ ഭാസ്കരൻ മാഷു ഓല കെട്ടിയോടും എല്ലാരും ഉണ്ടായിരുന്നു അവിടെ, ഞാനും ഉണ്ട്. അപ്പൊ ഇവര് നോട്ടീസ് കൊടുക്കാൻ പറ്റിയ ആളുകളെ പേരും അല്ല ഇങ്ങനെ ഏതി വെക്കുന്ന അവളെ. ഞാൻ വിചാരിച്ച എന്റെ പേരും ഏതും ഇതിങ്ങനെ ഏതി വായിച്ച് നമ്മളെ കല്യാണി എടുത്തില്ലേ ഊരവേനുള്ള ഓല പേര് വരെ ഏതീന അതിൻ്റെ അകത്ത്. അവസാനം എന്റെ പേര് വിളിക്കും ഞാൻ ഇങ്ങനെ വിചാരിച്ചു. അക്കള്ളന്മാർ എന്റെ പേര് എഴുതിയിട്ടില്ല. വല്ലാത്തൊരു വിഷമായി പോയി. നമ്മളെ സങ്കടം മക്കളെ അറിഞ്ഞോടും കുഞ്ഞും മോളെ. സാരില്ല, പോട്ടെ സുധിയേട്ടാ, ഇനിയുണ്ടല്ലോ ഉത്സവം, ഇനിയും വരില്ലേ? വിഷമിക്കല്ലേ? ഓരെന്തും കണ്ടിട്ടുണ്ടാവും. വല്ലാത്തൊരു അവസ്ഥയിലാണ് ഞാൻ ഈ ലൈവ് വിടുന്നത്. ഇതെനിക്കിപ്പൊ പറയാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾ എല്ലാവരും എന്റെ അവസ്ഥ അറിയണം. ഈ വീട്ടില് ഒരു സമാധാനം ഇല്ലാതെയാണ് ഞാൻ ഓരോ ദിവസവും കഴിഞ്ഞു കൂടുന്നത്. ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് എനിക്ക് അറിയില്ല. ഇവിടുത്തെ എല്ലാ ജോലികളും കൃത്യമായിട്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. എല്ലാവർക്കും വച്ച് വിളമ്പുന്നത് ഞാനാണ്. ഞാനിവിടെ വന്നു കയറുമ്പോ ഇവിടുത്തെ എന്റെ ഭർത്താവിന്റെ അച്ഛനും അവർക്കൊക്കെ നോൺ വെജ് ഇഷ്ടമുള്ളൂ. ഒരു ദിവസം തന്നെ 2,
3, 4 നോൺ വെജ് വിഭവങ്ങൾ ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടാക്കുന്നവർക്ക് അറിയാമോ എന്തെല്ലാം ബുദ്ധിമുട്ട് നമ്മൾ അതിന് സഹിക്കണമെന്ന്. എന്തെന്നാ ഇതൊക്കെ കാണിക്കുന്നത്? പക്ഷെ അതൊക്കെ ഞാൻ സന്തോഷത്തോടുകൂടി ചെയ്തു കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ കുറച്ചു നാളായിട്ട് എന്റെ ഭർത്താവിന്റെ അച്ഛന് അങ്ങേർക്ക് നോൺ വെജ് കഴിക്കാൻ പാടില്ല. അച്ഛന് നോൺ വെജ് വേണ്ടാന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ വെജ് കറികളൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ കുറച്ചു ദിവസമായിട്ട് കൃത്യസമയത്ത് അച്ഛൻ വന്നിരിക്കും കഴിക്കും. ആ സമയത്ത് കഞ്ഞിയും ചമ്മന്തിയും ആദ്യം ഞാൻ അച്ഛന് അവിടെ ഉണ്ടാക്കി വെക്കും. എന്താ റബ്ബേ, അത് കഴിഞ്ഞിട്ടാണ് എന്റെ മോന് പോലും ഞാൻ വിളമ്പി കൊടുക്കുന്നത്. എന്നിട്ട് ഇപ്പൊ അത് പരാതി. കുറച്ച് ചാത്തം തരിച്ചമാര് ഇത് ഇങ്ങനെ എത്തിങ്ങാണ്ട്. ഇപ്പൊ അങ്ങേർക്ക് അത് പോരാ. ഓരോ ദിവസം ഓരോ വിഭവം വേണം. ഞാനെന്താ സദ്യ ഉണ്ടാക്കുന്ന ആളാണ്. ഈ പെണ്ണിനൊന്നും തലയ്ക്ക് ഒളിവില്ലേന്നാവോ? ഇന്ന് അവിയലില്ലേ, ഇന്ന് കിച്ചടി ഇല്ലേ, പച്ചടി ഇല്ലേ, പിന്നെ ഏതാണ്ട് പൈനാപ്പിൾ കൂട്ടൻ എവിടെയെങ്ങാണ്ട് പോയപ്പോ കഴിച്ച അത് വേണം. എനിക്ക് ദേഹണ്ടോന്നല്ലായിരുന്നല്ലോ പണി. ഒരു വീട്ടില് സാധാരണ ഉണ്ടാക്കണത് ഒരു ചമ്മന്തിയോ ഒരു കഞ്ഞിയോ അങ്ങനെയൊക്കെ അല്ലേ. പ്രത്യേകിച്ച് ഇത്രയും പ്രായമായ ആളല്ലേ, വയ്യാത്ത ആളല്ലേ. അപ്പൊ ഈ കഞ്ഞിയും ചമ്മന്തിയൊക്കെ തന്നെയല്ലേ ആരോഗ്യത്തിനും നല്ലത്. അതും കൂടി ഓർത്തിട്ടാണ് ഞാൻ കഷ്ടപ്പെട്ട്. എന്റെ മോന് ചെറിയ മോനാണ്. അവൻ പറയുന്ന ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ കൂടെ സമയം ഉണ്ടാക്കി ഞാൻ അങ്ങേർക്ക് വേണ്ടിട്ട് ഇതെല്ലാം ഉണ്ടാക്കി വെച്ചത്. എന്നിട്ട് ഇപ്പൊ അതും പറഞ്ഞോണ്ട് എന്റെ ഭർത്താവ് എന്ന് പറയുന്ന അങ്ങേരുടെ അച്ഛനും രണ്ടും കൂടി എന്റെ മെക്കടി വരെ കൊണ്ടിരിക്കുകയാണ്. എന്തിനപ്പോ ഇതൊക്കെ ഇതിൽ കൂടെ പറയണേ? ഞാൻ അവർക്ക് സാമ്പാർ വെച്ചില്ല, പുളിശ്ശേരി വെച്ചില്ല, കിച്ചടി വെച്ചില്ല, കൂട്ടുകറി വെച്ചില്ല, പച്ചടി വെച്ചില്ല. നിങ്ങൾ എന്നെ ആലോചിച്ച് നോക്ക്. നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ പെരുമാറുമോ? എന്റെ വീട്ടിൽ ഞാൻ രാജകുമാരിയെ പോലെ കഴിഞ്ഞ ആളാണ്. പക്ഷെ എന്നാലും ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുമ്പോ കരയണ്. ഇതൊക്കെ ചെയ്യേണ്ടി വരുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് മാത്രമാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഇവിടെ ഉള്ളവരുടെ ഇഷ്ടത്തിന് വേണ്ടി ഞാൻ ചെയ്തോണ്ടിരുന്നത്. പക്ഷെ ഇതിപ്പോ എനിക്ക് സഹിക്കാൻ പറ്റാത്ത വിധത്തിലായിട്ടുണ്ട്. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ അറിയണം എന്റെ അവസ്ഥ. ഇനി അടുത്ത നിമിഷം എന്റെ മാനസികാവസ്ഥ എന്താണെന്ന് എനിക്ക് എന്ത് സംഭവിക്കുന്നോ എനിക്കറിയില്ല. പക്ഷെ എന്റെ ഭർത്താവ് അങ്ങേരുടെ അച്ഛൻ അനുഭവിക്കും. എന്ത് ബ്രാക്കാലേ അനുഭവിക്കും. ഇത്രയും വർഷം ഞാൻ കൊടുത്ത ചോറാണ് അവര് തിന്നെങ്കിൽ അവര് മുടിഞ്ഞു പോവുള്ളൂ. ഇവക്കൊക്കെ എന്തിന്റെ കേടാ അങ്ങനെ ശമിക്കേ? ഓരോ കുടുംബത്ത് നടക്കണ കാര്യങ്ങള് എന്തിനാ വിറ്റങ്ങനെ കൊട്ടിഘോഷിച്ച് നാട്ടുകാരെ അറിയിക്കണേ? ഹൈ, നാണം കെട്ട് എന്ന് പറഞ്ഞാ പോരെ. ഇങ്ങനെ ഒരു ലൈവ് വരണമെന്ന് ഞാൻ ജീവിതത്തിൽ ആഗ്രഹിച്ചതല്ല. നീ ഒറ്റൊരുത്തി കാരണം എനിക്കിപ്പോ ലൈവ് വരേണ്ടി വന്നു. ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട് നിന്നെ മോനെ. ഞാൻ വളരെ സന്തോഷത്തോടെയാണ് നമ്മുടെ കുടുംബം ജീവിച്ചിരുന്നത്. എന്താണിപ്പോ നമ്മുടെ കുടുംബത്തുണ്ടായത്? ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? നിന്നെ മോനെ ഞാൻ സ്നേഹിച്ചിട്ടില്ലേ? നിന്റെ സന്തോഷങ്ങൾക്ക് കൂടെ നിന്നിട്ടില്ലേ? പിന്നെ നമ്മുടെ കുടുംബത്തെ എന്താ ഉണ്ടായത്? എൻ്റെ അച്ഛൻ ആയ കാലത്ത് അധ്വാനിച്ച് എന്നെ ഈ നിലക്ക് എത്തിച്ച എൻ്റെ അച്ഛൻ, അദ്ദേഹത്തിന് പ്രായമായി, ഷുഗർ ഉണ്ട്, പ്രഷർ ഉണ്ട്. നിന്നെ പോലെ ചിക്കനും മട്ടനും മീനും ഒന്നും കഴിക്കാൻ പറ്റില്ല. അദ്ദേഹം പൂർണ്ണ വെജിറ്റേറിയനാണ്. നമ്മൾ ഇതൊക്കെ കഴിക്കുമ്പോഴും അദ്ദേഹത്തിനുള്ളത് എന്തെങ്കിലും വെജിറ്റേറിയൻ ഉണ്ടാക്കി കൊടുക്കാനല്ലേ നിന്നോട് പറഞ്ഞോളൂ. ശരിയാണ്, അത് പറഞ്ഞ ശരിയല്ലേ? നീയും മോനും എന്താണെന്ന് വെച്ചാൽ ഉണ്ടാക്കി കഴിച്ചോ. ചിക്കനോ മട്ടനോ എന്ത് വേണേലും കഴിച്ചോ. നീ ഒരു കാര്യം മനസ്സിലാക്കണം. വേണ്ട, ഒരു കാര്യം മനസ്സിലാക്കണം. അച്ഛന്റെ എന്റെയും കാലശേഷം ഈ 50 സെന്റും വീടും നിനക്ക് അനുഭവിക്കേണ്ടതാണ്. ഞാൻ തീരുമാനം എടുത്തു മണ്ടു, ഇനി 50 സെന്റ് നിനക്കില്ല. 50 സെന്റിന് നിനക്ക് അർഹതയില്ല. നന്നായി. കൊടുക്കരുത്. എന്താണ് നമ്മുടെ വീട്ടിൽ ഇത്രയും പ്രശ്നം ഉണ്ടായത്? എന്റെ അച്ഛൻ ഇത്തിരി ഭക്ഷണം ചോദിച്ചതോ? നീ കെട്ടിക്കേറി വന്ന കാലം തൊട്ട് എല്ലാ ഭക്ഷണവും കഴിച്ചിരുന്നതല്ലേ നമ്മുടെ അച്ഛൻ. ഒരാഴ്ചയായി നീ കഞ്ഞിയും ചമ്മന്തിയും മാത്രമാണ് അച്ഛന് കൊടുക്കുന്നത്. കഞ്ഞിയും ചമ്മന്തിയൊക്കെ വിളിച്ചറിയുന്നതാണ്. എന്ത് ബോറാണ്. ഒരു പയറു തോരൻ. മനുഷ്യനല്ലേ,
അത്രയും പ്രായമായ ആളല്ലേ. ഒരു പയറുതോരൻ നീ ആ അച്ഛന് വെച്ചു കൊടുത്തിട്ട് എന്ത് വേണേലും വെട്ടിക്കയറ്റിക്കോ. എന്തായാലും ഇത് സത്യം പറഞ്ഞാൽ ഓർക്ക് രണ്ടാൾക്കും കൂടി കച്ചറ കൂടുന്ന ലൈവ് ഇട്ടാൽ മതി, അത് ഒരുമിച്ച് കാണാൻ. നീ എന്നെ വെറുപ്പിച്ചിട്ട് പോകയാണെങ്കിൽ എടി ഒരുമ്പെട്ടവളെ, നീ ഒരു സ്ഥലത്ത് പോയാലും ഗുണം പിടിക്കൂല. എന്ത് ബ്രാക്കാലേ. എന്റെ അച്ഛൻ നിന്നോട് എന്താണ് പെരുമാറിയിട്ടുള്ളത്? മോളെ പോലെയല്ലേ കരുതിയിട്ടുള്ളൂ. ഇവറ്റക്ക് ഭ്രാന്ത്. നിനക്ക് എന്നെ പോലത്തെ ഒരാളെ ഇനി കിട്ടൂലടി. എന്റെ സ്വത്ത് അത് നീ ഇനി ആഗ്രഹിക്കണ്ട. എന്റെ അച്ഛനെ പട്ടിണിക്കിട്ട് കൊന്നിട്ട് നിനക്കില്ല. ഓക്കെ, ഒന്നും പറയണ്ട. ഇത് മിക്കവാറും ഡൈവേഴ്സിൽ അവസാനിക്കുള്ളൂ, ഉറപ്പല്ലേ? നിനക്കൊക്കെ ചെക്ക വേറെ ഒരു പണിയില്ല, ഞാൻ അതാ ചോദിക്കണം. എനിക്കതല്ല, ആ ചെക്കന്റെ കാര്യം ആലോചിച്ചിട്ടാ. ആ ചെക്ക പിള്ളേരല്ല, ആ ചെക്കൻ മോയ് എത്ര നല്ല മോനാന്ന് പറയാം. അതിനിപ്പോ അവസാനം ഇവര് രണ്ടാളും ഡൈവേഴ്സ് ആയി കഴിഞ്ഞാൽ ആരാ ഉണ്ടാവുക? ഇത് എന്തെങ്കിലും ഒരു തീരുമാനമാവണല്ലേ അപ്പൊ അത്. നീ കെട്ടിക്കേറി വന്ന കാലം തൊട്ട് എല്ലാ ഭക്ഷണവും കഴിച്ചിരുന്നതല്ലേ നമ്മുടെ അച്ഛൻ. ശാരീരിക പ്രശ്നമുണ്ട്. എന്തെല്ലാം പ്യാരി മുതലാളി പറയുന്നത്? നീ ചിക്കനോ സുഖലോലുപതയുടെ വീട്ടിൽ കഴിയുന്ന പ്യാരി മുതലാളി കഷ്ടപ്പാടിനെ കുറിച്ച് വെളിപ്പെടുത്തുന്നു ലൈവ്. ഈ വീടിന്റെ മൊത്തം പണിയെടുക്കുന്നത് ഞാനാ. എന്നെ കുറിച്ച് ഒരു വാക്ക് നാണവും മാനവും ഉൾപ്പുമില്ലാത്ത എന്റെ ഫോണിനെ തുപ്പിയത് മതി. നിന്റേത് കേട്ടത് മതി. ഞാൻ പറയാ നാട്ടാർ മൊത്തം ലോകം മൊത്തം അറിയട്ടെ എന്റെ കഷ്ടപ്പാട്. ലൈവ് വന്നു. ഹായ് മോനെ. ഉണ്ണിയേട്ടൻ കുറച്ച് കഥ പറയാനുണ്ട്. 12 കൊല്ലായി ഈ പ്യാരി മുതലാളിയുടെ വീട്ടിൽ പണിയെടുക്കുന്ന ഒരു വേലക്കാരനാണ് ഞാൻ. 12 കൊല്ലം 2 മാസം കണക്കിന് ഇന്ന് വരെ ഒരു ശമ്പളം കൂട്ടണമെന്നോ മര്യാദക്ക് എന്തെങ്കിലും മെനു പറയാലോ ഒന്നും ഞാൻ പറയില്ല. ഉണ്ണിയേട്ടൻ പറയില്ല. ഇന്നിപ്പോ അവര് പറയാൻ തുടങ്ങുന്നു അവരെ ഭക്ഷണക്കുറവ്. ഞാൻ ഇന്ന് വരെ രാവിലെ പുട്ടും ചെറുപയറുന്നോ, ഉച്ചക്ക് മട്ടൻ ബിരിയാണി പറഞ്ഞോ, രാത്രി പൊറോട്ടയും ചിക്കനും പറഞ്ഞോ ഞാൻ പറഞ്ഞിട്ട. ദൈവത്തോട് ലൈവിനോട് കള പറയാൻ പറ്റില്ല. എന്തെങ്കിലും പറഞ്ഞില്ല. എന്തെല്ലാം പണിയെടുക്കുന്നുണ്ട് ഞാൻ. ഇപ്പൊ നോക്കുക, ഒന്നും പറയണ്ടതാ എന്റെതല്ല. ആരാ ഷഡ്ഡി ഞാൻ പറയേണ്ടത്? പ്യാരിന്റെ ഇതാ അവരുടെ ഷഡ്ഡി, ലുങ്കി, ബ്ലൗസ്, എന്തെല്ലാം ഈ വീട്ടിലത്തെ സകലമാനം അനക്കുന്നത്, ലൈവായിട്ട് അനക്കുന്നത്. മിഷൻ ഉണ്ട്, തുണി കേടാ പോലും. ആലോചിക്കണം, മിഷനിലിട്ട ഏത് തുണിയാ കേടായത്? ലണ്ടനിലെ ന്യൂയോർക്കിൽ തുണി കേടാവുക ഇല്ലല്ലോ. ഇടയ്ക്ക് ഒരു ക്യാമ്പിൽ പോയ ഡോക്ടർ പറഞ്ഞെന്നറിയാ 5 വിറ്റാമിൻ കുറവാ. ABCDEF 5 ഇല്ല. സാരില്ല, അതൊന്നും എനിക്ക് പ്രശ്നമില്ല. എന്റെ ആരോഗ്യം ഞാൻ അവർക്ക് വേണ്ടി ഹോമിച്ചതാണ്. ഒന്ന് മനസ്സിലാക്കണം, ഈ വീട്ടിലേക്ക് ആവശ്യത്തിന് സകലമാന സാധനം മേടിക്കാൻ പീടി പോകുന്നത് ഞാൻ. ചിക്കൻ മേടിച്ചു കൊണ്ടുവരും, അത് കറി വെക്കും. ഇറച്ചി അവർ വയ്ക്കും, എല്ലാവർക്കും. മട്ടൻ മേടിച്ചു കൊണ്ടുവരും, അത് കറി വെക്കും. അത് ഇറച്ചി അവർക്ക്, എല്ലാവർക്കും. ഞാൻ എന്താ പട്ടിയല്ല, പട്ടിക്ക് ഇറച്ചി കൊടുക്കുന്നത്. ഒന്നും വേണോ ചോദിക്കൂല. സാരില്ല, അതൊന്നും എനിക്ക് പ്രശ്നമില്ല. സകലമാന പണിയെടുത്ത് കഷ്ടപ്പെടുത്ത ഇങ്ങനത്തെ ഒരുത്തൻ, ഒരു സർവേയർ, ഒരു വേലക്കാരൻ ഇങ്ങനെ ഉണ്ട് എന്നില്ല ഒരു സ്നേഹം വേണ്ടേ? ഒന്നുമില്ല. ഇതറിയണം, ഇത് ലോകം മൊത്തം അറിയണം. അറിഞ്ഞിട്ട് ഇതിന്റെ നടപടി ആരായാലും എന്ത് കേസ് വന്നാലും സാരില്ല. ഒരു കേസിലും ഇതുവരെ പെട്ടിട്ട. ഇതിന് വേണ്ടിയിട്ട് ഒരു കേസ് ഞാൻ പെടും. സൂതച്ചൻ അവരാണോ എന്നെ നിശ്ചയിക്കണ്ട്? എനിക്ക് സാധനം വേണ്ടത് പ്യാരിയാണോ മണ്ടു ആണോ? ഇവരൊന്നല്ല. എനിക്ക് എന്തെന്ന് സാധനം വേണ്ട, തിന്നാനെന്ന് വേണ്ട, കുടിക്കാനെന്ന് വേണ്ട, കിടക്കാൻ ഉറങ്ങാൻ നല്ല സ്ഥലം വേണ്ടത് അവരല്ലേ ചെയ്യേണ്ടത്. ഞാനാ പറയേണ്ടത്, ഞാൻ പറഞ്ഞാണോ അവർ ചെയ്യേണ്ടത്? അല്ലല്ലോ, അത്രേ ഉള്ളൂ. വേറെ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. തോഫാക്കലടാ. മറിമായം